ഗോവിന്ദ ഹരി ഗോവിന്ദ. യാത്രയിലുടനീളം നമുക്ക് കേൾക്കാവുന്ന നാമം ഇത് തന്നെയാണ്. ടിക്കറ്റ് പരിശോധകൻ നമ്മുടെ ടിക്കറ്റൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ലഗേജ് പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഐതിഹ്യത്തിലേക്കൊന്ന് പോയി വന്നാലോ? പുരാണങ്ങളിൽ പലയിടത്തായിട്ട് പരാമർശിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. നമ്മുടെ വെങ്കടേശ്വര ക്ഷേത്രം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് കഥയുണ്ട് കേട്ടോ. വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമാണല്ലോ വരാഹമൂർത്തി. അദ്ദേഹം കുടികൊണ്ട ആ ക്ഷേത്രം ഇപ്പോഴും ഇവിടെയുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ശേഷം വരാഹമൂർത്തി തന്റെ വാഹനമായ ഗരുഡനെയും കൊണ്ട് തിരുമലയിൽ വരികയും തുടർന്ന് അവിടെ സ്വാമി പുഷ്കരണി എന്നു പേരുള്ള അതിവിശാലമായ കുളത്തിന്റെ പടിഞ്ഞാറേ കരയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുകയും ചെയ്തു എന്നാണ് കഥ. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞാണ് വെങ്കടേശ്വര സ്വാമി ഇവിടെ എത്തിയത്. അതിനു പിന്നിലും കഥയുണ്ട്. അത് നമുക്ക്